നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ. എള്ളുണ്ടയുടെ റെസിപ്പിയാണ്. എള്ളിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എള്ള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ലേഡീസ് എല്ലാവരും തന്നെ അത്യാവശ്യം എള്ള് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ചും ലേഡീസിൻ്റെ മെനോപോസ് ടൈമിലും പ്രഗ്നൻസി ടൈമിലും ഒക്കെ നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് എള്ളെന്ന് പറയുന്നത്. അത് ഒരുപാട് കാൽഷ്യം, അയൺ, ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോൺ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. ഇത് എള്ളുണ്ടയുടെ രൂപത്തിൽ മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ എള്ളുണ്ടയെ പ്രൊമോട്ട് ചെയ്യാൻ പറയുകയല്ല കേട്ടോ. എള്ള് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ കഴിച്ചാൽ മതി. എള്ള് പൊടിയൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പുറകെ കാണിക്കാം. ഇപ്പം നമുക്ക് എള്ളുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനൊരു 200 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ചിലപ്പം കല്ലുകളൊക്കെ കാണുമല്ലോ. കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പിൽ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് നിരത്തി ഒരു 10-15 മിനിറ്റ് വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിരത്തി വയ്ക്കുക. അതവിടെ ഇരുന്നൊരു 15 മിനിറ്റ് വെള്ളമൊക്കെ തോർന്ന് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരല്പം തേങ്ങ ചിരകിയെടുക്കാം. ഈ എള്ളുണ്ടയിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് തേങ്ങ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഈ 200 ഗ്രാം എള്ളിന് ഒരു ചെറിയൊരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും തേങ്ങ. ഇത് ഒരുപാടങ്ങ് മൂപ്പിച്ച് വറക്കെ ഒന്നും വേണ്ട. ഒരു 4 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന ആ ഒരു പരുവം, അതായത് മൂക്കാൻ തുടങ്ങുന്ന ആ ഒരു പരുവം, ബ്രൗൺ ഒന്നും ആകണ്ട. പരുവമായി കഴിഞ്ഞു. ഇതാണ് ആ ജലാംശമൊക്കെ വറ്റി കഴിഞ്ഞ് ആ മൂക്കാൻ തുടങ്ങുന്ന ഒരു പരുവം. ഒരു 4 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി വീണ്ടും അതേ കടായി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആ തോരാൻ വെച്ചിരുന്ന എള്ളെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ എള്ളും അതുപോലെ തന്നെ കൂടുതലൊന്നും മൂക്കണ്ട. മൊത്തം ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ആ എള്ളിലൊരു പൊരുപൊരുപൊരുവരാ ഇങ്ങനെ പൊട്ടും. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ ആ എള്ളെടുത്ത് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പായിരിക്കും. വായിലിട്ടൊന്ന് കടിച്ച് നോക്കിയാൽ ക്രിസ്പി ആയിട്ട് ആ എള്ളുണ്ടാവും. അതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ കപ്പിൽ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരികടല ഇട്ട് കൊടുക്കാം, കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇല്ല, ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ചുമ്മാ എക്സ്ട്രാ ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനും വേണ്ടി ആഡ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. എള്ളൊക്കെ നല്ല പൊരന്ന് പൊട്ടുന്നുണ്ട്. ഇത് മതി. ഇപ്പം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കത് ആ ചട്ടിയിൽ നിന്ന് അങ്ങോട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന ആ തേങ്ങയുണ്ടല്ലോ, അത് മിക്സിയിലോട്ടിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചട്ടിയിൽ ആ വെള്ളമൊക്കെ വറുത്ത് വെച്ചിരുന്നതിൽ കിടന്ന നട്ട്സൊക്കെ അതൊന്ന് തണുത്തപ്പോഴത്തേക്ക് അത് വേണമെങ്കിൽ ഒന്ന് മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആ തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. അതായത് ഈ നട്ട്സും എള്ളും നമ്മൾ ആ പൾസ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ മൂന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കേണ്ടതുണ്ട്. ആ ജോലിക്കായിട്ട് പോകാം. 200 ഗ്രാം എള്ളിൻ്റെ കൂടെ നമ്മളൊരല്പം തേങ്ങയും കൂടെ ഇട്ടതുകൊണ്ട് ഞാനൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം അതൊന്ന് അലിയിച്ചെടുത്താൽ മതി. കാരണം നമുക്ക് ഇത് അലിയിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് വാങ്ങിക്കുന്ന ശർക്കര പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിക്കേണ്ട കാര്യമില്ല, അതിൽ അഴുക്കൊന്നും കാണത്തില്ല. ഇതിപ്പം കുറച്ച് എല്ലാ ശർക്കരയിലും ഒരു അല്പം അഴുക്ക് കാണുമല്ലോ. അതുകൊണ്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിപ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അലിയുന്ന പരുവത്തിന് നമുക്ക് അടുപ്പിൽ നിന്നെടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് പഴയ ആ എള്ള് വറുത്ത പാനുണ്ടല്ലോ, അതിൽ നിന്ന് എള്ളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അത് വീണ്ടും അടുപ്പിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ശർക്കര ഉരുക്കിയതിനെ ആ പാനിലോട്ട് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. കുറച്ചൊക്കെ അഴുക്കുണ്ടായിരുന്നു. അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റൊക്കെ ആ ശർക്കര ഒന്ന് നമുക്കൊരു നൂൽ പരുവമാക്കി എടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി, മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു നൂൽ പരുവം കണ്ടില്ലേ, ഒഴിക്കുമ്പോൾ ഇപ്പോൾ കണ്ടോളൂ, ഇങ്ങനത്തെ ഒരു പരുവം. ആ പരുവത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ എള്ളും നട്ട്സും തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സംഭവം ഉണ്ടല്ലോ, അതെടുത്ത് നമുക്ക് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം അതിനകത്തോട്ടൊന്ന് പിടിക്കും. അതിനുശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വയ്ക്കാം.
എന്നിട്ട് ആ ചൂടൊന്ന് തണുക്കണം. അത്യാവശ്യം അത്രയും നല്ല ചൂടോടെ നമുക്ക് കൈ പൊള്ളിപ്പോവും. അതൊന്ന് തണുത്ത് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്കത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ എള്ളുണ്ടയുടെ പണി. ഇനി അത് ഒരുപാട് തണുത്ത് പോകുമ്പോൾ ഉരുട്ടാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അത് പിന്നെ അങ്ങ് സോഫ്റ്റായി വന്നോളും. നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു എള്ളുണ്ട ഒരു ദിവസം കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ, പ്രത്യേകിച്ചും ലേഡീസിന്. ഇത് എള്ളുണ്ടായിട്ട് മാത്രമല്ല, എള്ള് പൊടിയായിട്ടും നമുക്ക് ചോറിലിട്ടിളക്കി കഴിക്കാൻ പറ്റുന്ന പരുവത്തിന് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത എപ്പിസോഡിൽ തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ എള്ളുണ്ടയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുക. കടയിൽ നിന്ന് വാങ്ങിച്ച് മായമൊന്നും ചേർക്കുന്ന എള്ളുണ്ട ഒന്നും കഴിക്കേണ്ട. നമുക്ക് വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള നല്ല ഹൈജീനിക്കായിട്ട് ചെയ്ത എള്ളുണ്ടയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.